വേദവിജ്ഞാനവും ആയുർവേദത്തിലെ അറിവും ഉപയോഗിച്ച് സമൂഹത്തിലെ ഉന്നതരായി മാറിയ വിഭാഗമായിരുന്നു നമ്പൂതിരിമാർ. നാടുവാഴികളുടെ അകമഴിഞ്ഞ പിന്തുണ അവർക്കുണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് വരെ പിഴ വിധിക്കുന്ന തരത്തിലേക്ക് അവരുടെ അധികാരം വളർന്നു. ഭൂദേവന്മാർ എന്നായിരുന്നു അവർ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ഒന്നാം തരം കവികളും വൈദ്യന്മാരും പണ്ഡിതരും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ നമ്പൂതിരി സമുദായം തകർന്നു? സമുദായത്തിനുള്ളിലെ കേടുപാടുകൾ എന്തൊക്കെയായിരുന്നു? സമുദായത്തെ മാറ്റിത്തീർക്കണമെന്ന് വി.ടി. ഭട്ടതിരിപ്പാടിന് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും? ഇതിന് കാരണം സമുദായത്തിനുള്ളിലെ ദുരാചാരങ്ങളായിരുന്നു. സമുദായത്തിലെ മൂത്ത ആണിനെ മാത്രമേ വിവാഹം അനുവദിച്ചിരുന്നുള്ളൂ. മറ്റുള്ളവർ നായർ സ്ത്രീകളെ വിവാഹം ചെയ്തു. നമ്പൂതിരിമാരുമായുള്ള വിവാഹം നായർ സ്ത്രീകൾ അഭിമാനമായി കരുതി. ഇളയ നമ്പൂതിരിമാർ കല്യാണം കഴിക്കുന്നത് നിരോധിച്ചത് മൂലം നമ്പൂതിരി സ്ത്രീകൾ വിവാഹത്തിന് ഭാഗ്യമില്ലാതെ മരിക്കേണ്ടി വന്നു. വൃദ്ധരായ ഭർത്താക്കന്മാരെയാണ് പലർക്കും ലഭിച്ചത്. വൃദ്ധവിവാഹം നടന്നിരുന്നതിനാൽ മിക്ക സ്ത്രീകളും നേരത്തെ തന്നെ വിധവകളായി. മൂത്തയാൾക്ക് താഴെ വരുന്ന എല്ലാ നമ്പൂതിരി യുവാക്കളും അപ്പൻ നമ്പൂതിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൻ നമ്പൂതിരിമാർക്ക് ഇല്ലത്ത് യാതൊരു സ്ഥാനവും അധികാരവും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു അപ്പൻ നമ്പൂതിരിയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാടും. അതുപോലെ പഠിക്കാനും ചിന്തിക്കാനുമുള്ള സൗകര്യം സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. വീടിൻ്റെ അകത്തളങ്ങളിൽ അവർ ഒതുക്കപ്പെട്ടു. പുരുഷന്മാർ മതപഠനത്തിന് നിർബന്ധിതരായി. അതുപോലെ നമ്പൂതിരി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചില്ല. വിധവാ വിവാഹം അനുവദനീയമല്ലായിരുന്നു. മറക്കുടയില്ലാതെ അന്തർജനങ്ങൾ പുറത്തിറങ്ങുന്നത് ആചാരലംഘനമായി കണക്കാക്കപ്പെട്ടു. സ്വന്തം സമുദായത്തെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റണമെന്ന് വി.ടി. കരുതി. അതിനായി അദ്ദേഹം ഉപയോഗിച്ച ആറ്റം ബോംബായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. ഉറങ്ങിക്കിടക്കുന്ന നമ്പൂതിരി സമുദായത്തിന് ഒരു ഷോക്ക് ചികിത്സ നൽകാൻ ഈ നാടകത്തിലൂടെ വി.ടിക്ക് കഴിഞ്ഞു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ മാധവൻ, തേതിയുടെ സഹോദരൻ കുഞ്ചു എന്നിവരാണ്. ഒരു വൃദ്ധനായ നമ്പൂതിരിയെ കൊണ്ട് തേതിയെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അച്ഛൻ്റെ ശ്രമം. ഒടുവിൽ കളിക്കൂട്ടുകാരനായ മാധവനെ തന്നെ തേതിക്ക് വരനായി ലഭിച്ചു. ഈ നാടകം സമുദായത്തിൽ വലിയ മാറ്റത്തിന് പ്രേരണയായി. ഞാൻ പട്ടിയായി ജനിക്കാം, പൂച്ചയായി ജനിക്കാം, എന്നാൽ ജന്മമുണ്ട് മേലിലെങ്കിൽ നമ്പൂതിരി സമുദായത്തിലെ ഒരു അപ്പനായി ജനിക്കാൻ സാധ്യമല്ല എന്ന് ഈ നാടകത്തിലെ ഒരു കഥാപാത്രത്തെ കൊണ്ട് വി.ടി. പറയിപ്പിക്കുന്നുണ്ട്. നമ്പൂതിരി സമുദായത്തിലെ പ്രവണതകൾ എത്രത്തോളം മോശമാണെന്ന് ചിന്തിക്കാൻ ഇത് പ്രേരണ നൽകി. നാടകത്തിലെ ഒത്തുചൊല്ലൽ സമുദായത്തിലെ ഉന്നതരെ അസ്വസ്ഥരാക്കി. ജാതിയിൽ താഴ്ന്നവരായ ശൂദ്രർ കേട്ടാൽ ചെവിയിൽ ഈയം മുരുക്കി ഒഴിക്കേണ്ട മന്ത്രോച്ചാരണമാണ് വി.ടി. പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ സ്വാധീനത്താൽ വലിയ മാറ്റം സമൂഹത്തിലുണ്ടായി. യുവാക്കൾ വേദാധ്യയനത്തെ എതിർത്തു. അപ്പൻ നമ്പൂതിരിമാർക്കും സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാവുന്ന സ്ഥിതി വന്നു. അതായത് പരിവേദനം നടപ്പിലാക്കി. സ്ത്രീകൾ മറക്കുട ഉപേക്ഷിച്ചു. സ്ത്രീ പുരുഷന്മാർക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചു. വിധവാ വിവാഹം നടപ്പിലായി. സ്ത്രീകൾക്ക് സമൂഹത്തിലെ ഉന്നത പദവികൾ ലഭിച്ചു. ഇത്തരത്തിൽ നമ്പൂതിരി സമുദായത്തെ അടിമുടി വാർത്തെടുക്കാൻ ഈ നാടകം കാരണമായി.